ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വെയിറ്റിംഗിലാണെന്ന് എനിക്കറിയാം, നമ്മുടെ ക്രിസ്മസ് കളക്ഷന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇനി അതിന് ഒത്തിരി ദിവസം ഒന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് ഇയർ നമ്മുടെ ഫ്ലോറൻസയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നവംബർ 14 തന്നെ നമ്മൾ ക്രിസ്മസ് കളക്ഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു അബദ്ധമായി തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിലേക്കൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് നമുക്ക് തന്നെ നമ്മുടെ ഡിസൈനിന്റെ കോപ്പി ആയിട്ട് മാഡം ഇത് വേണോന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോട്ടോസ് അയച്ചു തരാൻ തുടങ്ങി. ഞാനത് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് നല്ല ഡിസൈനായിട്ട് നമ്മൾ കൊണ്ടുവന്നതിൻ്റെയൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു ലോക്കൽ ഫാബ്രിക്കിലും ഏറ്റവും ലോക്കലായിട്ട് കണ്ടാതാണെന്ന് തോന്നും പെട്ടെന്ന്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഒരു ലോക്കൽ വേർഷൻസ് ആയിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി. അപ്പോൾ അത് തന്നെ മീൻസ് പല അതിലേക്കും പല വിലയിലേക്കും ഒക്കെ ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അത് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് മുന്നേ തന്നെ ആൻഡ് ഈ ഐറ്റംസ് തന്നെ ഭയങ്കര വിലക്കുറവിൽ മാർക്കറ്റിൽ അത് തന്നെ അവൈലബിൾ ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം കുറച്ചൊന്ന് ഡിലേ ആക്കിയത്. നമ്മൾ അത് മാത്രമല്ല റെഡി ടു ഡിസ്പാച്ചിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം ലാസ്റ്റ് ഇയറിനെ വെച്ചിട്ടും ഫ്ലോറൻസയുടെ ഇപ്രാവശ്യത്തെ എത്രത്തോളം വളർന്നു അതിൻ്റെ ഒരു ഗ്രോത്തും കൂടെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ നമ്മൾ അത്യാവശ്യം റെഡി ടു ഡിസ്പാച്ചിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ അതിനെക്കാട്ടിലും ചിലപ്പോൾ നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരു ഓർഡേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഓർഡേഴ്സ് വരുവാണെങ്കിൽ മാത്രം നമുക്ക് ചിലപ്പോൾ അതൊരു 10 ഡേയ്സിലേക്ക് നമ്മൾ ഓൾറെഡി ഫാബ്രിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ലൂമിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും എന്താ പറയുക സെറ്റപ്പോട് കൂടിയിട്ടാണ് ഫ്ലോറൻസ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കളക്ഷൻസ് ലോഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ എന്താ പറയുക എല്ലാവർക്കും വേറെ പറ്റുന്ന രീതിയിലേക്ക്, ഈവൻ ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതലും ചെയ്ത ക്രിസ്മസ് റെഡിലേക്കും വൈറ്റിലേക്കുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്നെ തോന്നി, കാരണം ഇതൊന്നും പിന്നീടൊന്ന് ഇട്ട് കഴിയുമ്പോൾ ഒരു ക്രിസ്മസിന്റെ വൃത്തിയായിട്ട് തോന്നുമല്ലോ എന്നുള്ള രീതിയിൽ ഫ്ലോറൻസ് ഈ പ്രാവശ്യം അതുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ക്രിസ്മസ് റെഡ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. എന്നാൽ ക്രിസ്മസിന് അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് നോക്കുന്ന രീതിയിലേക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വെയിറ്റിങ്ങിന് ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ ആ വെയിറ്റിംഗ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ടുവരുന്നുണ്ട്, ഒരു മീഡിയം റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പ്രീമിയം ആയിട്ടുള്ള പാർട്ടി വെയറും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസും കൊണ്ടാട്ടോ നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ റെഡി ടു ഡിസ്പാച്ചിലേക്ക് 2-3 ഡേയ്സും കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും.